ഗുഡ് മോർണിംഗ് ഒരു പ്രൈസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന് അത്ര മഹത്വം ഉണ്ടാകട്ടെ. സൈറ്റൻ നമ്മളെ എങ്ങനെയെങ്കിലും പാപത്തിലാക്കി വീഴിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നവനാണ്. ഇനി അവന് നമ്മളെ പാപത്തിലാക്കി വീഴിക്കാൻ സാധിച്ചില്ല എങ്കിൽ അവനെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോംപ്രമൈസിലാക്കിക്കൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഹിതമായിരിക്കുന്ന യേശുവിനെപ്പോൾ നമ്മളായിത്തീരുക എന്നുള്ളതിൽ നിന്നെല്ലാം നമ്മളെ കുറഞ്ഞ കാര്യത്തിനായിട്ട് സെറ്റിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഏതൊരു പ്രോമിസ് ദൈവം തന്നിട്ടുണ്ടോ അതിലെത്തിപ്പെടാൻ കഴിയാതെ നമ്മളെ കൊണ്ട് അത് എത്തിപ്പെടാൻ അവൻ സമ്മതിക്കാതെ നമ്മളെ കൊണ്ട് അതിലുമൊക്കെ കുറഞ്ഞ് അതിനേക്കാളുമൊക്കെ എന്താ പറയുക വാല്യൂ കുറവുള്ള ഏതെങ്കിലും കാര്യത്തിൽ നമ്മളെ കൊണ്ട് സെറ്റിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്താ പറയുക കോംപ്രമൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സൈറ്റൻ എപ്പോഴും എന്താ പറയുക ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് അറിവുള്ളവരായിരിക്കുക. ദൈവത്തിൻ്റെ പ്രോമിസ് ഉള്ളപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനമായിട്ടുള്ളത് ദൈവത്തിൻ്റെ മകനെ പോലെ നമ്മളാക്കി തീർക്കുമെന്നുള്ളത് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കുക. അല്ലെ, സൈറ്റൻ എന്നും നമ്മൾ വീഴിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുന്നവനാണെന്നുള്ള എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കുക. പക്ഷെ അതോടൊപ്പം തന്നെ വേറൊരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക, ക്രോസ് ഓഫ് കാൽവറിയിൽ യേശുക്രിസ്തു സൈറ്റനെ ഓൾറെഡി തോൽപ്പിച്ച് കഴിഞ്ഞതാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ അറിവില്ലാഴിക കൊണ്ടാണ് നമ്മൾ വീണ് പോകുന്നത്. അറിവുള്ളവരായിരിക്കുക. സൈറ്റന്റെ തലയിൽ അല്ല അവന്റെ സകല പവറിനെയും ചവിട്ടിക്കൂട്ടാനുള്ള അധികാരം നമ്മുടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. വീണു പോകാതിരിക്കുക, കരഞ്ഞിരിക്കുന്ന വ്യക്തികളാകാതിരിക്കുക. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ശേഷം സംസാരിക്കാം. കർത്താവ് സമയത്ത് നന്ദി പറയുന്ന കർത്താവിന് അങ്ങനെ പോലെ വേറൊരു ദൈവമില്ല കർത്താവ്, അങ്ങയുടെ കൃപ പോലെ വേറെ ഒരു കൃപയുമില്ല കർത്താവ്. ഞങ്ങൾ സ്നേഹിച്ചതിന് നന്ദി പറയുന്നു, ഞങ്ങൾ സ്ട്രോങ് ആക്കി നിർത്താൻ നന്ദി പറയുന്നു കർത്താവ്. അങ്ങയുടെ വാഗ്ദത്തത്തിനായിട്ട് നന്ദി പറയുന്നു, ഞങ്ങളുടെ ഉള്ളിൽ ഒരു വർക്ക് ചെയ്തതിന് നന്ദി പറയുന്നു കർത്താവ്. ഒരിക്കലും ഉപേക്ഷിച്ച് കളയാത്ത മനസ്സിലായിട്ട് നന്ദി പറയുന്നു എന്ന് സംസാരിക്കണം അപേക്ഷിക്കുന്ന യേശുവിൻ നാമത്തിൽ ആമേൻ. നമുക്കിന്ന് പുറപ്പാടിലേക്ക് പോകാം. പുറപ്പാടിന്റെ 3:7-10 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം. യഹോവ മോസസിനോട് സംസാരിക്കുന്നുണ്ട്. പുറപ്പാടിന്റെ 3:7-10 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നു വിടുവിപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോറിയർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമ്യർ അവരെ ഞെരക്കും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്നു പുറപ്പെടുവിക്കേണ്ടതിനു ഞാൻ നിന്റെ ഫറവോന്റെ അടുക്കൽ അയക്കും. അപ്പോൾ ഇത് മോസസിനോട് ദൈവം പറഞ്ഞ കാര്യമാണ്. ഇസ്രായേൽ മക്കളുടെ ഞെരക്കം അല്ലെ, അവരുടെ കഷ്ടപ്പാട്, അവരുടെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. തൻ്റെ ദാസന്മാരായിരുന്ന എബ്രഹാമിനോട്, ഐസക്കിനോടും ജേക്കബിനോടും എല്ലാം കൊടുത്തിരുന്ന പ്രോമിസ് അതനുസരിച്ച് അവരെ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് കനാനിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ദൈവത്തിന്റെ ഹിതപ്രകാരം അല്ലെ, ദൈവം അത് ചെയ്യാൻ വേണ്ടി തന്നെ എന്താ പറയുന്നത് ഒരുങ്ങുന്നു. അപ്പോൾ അതൊരു കാര്യം. പിന്നെ 5-ാമത്തെ ചാപ്റ്ററിന്റെ 1-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്ന അതിന്റെ ശേഷം മോശയോടും അഹരോനോടും ചെന്നു ഫറവോനോട് പറയുക, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിടുവിക്കണം എന്നീ പ്രകാരം മിസ്രയീമിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയുക. 8:1 പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, യഹോവ നദിയെ അടിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞപ്പോൾ മോശയോട് കൽപ്പിച്ചു, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. അപ്പോ ഇസ്രായേൽ മക്കളെ എന്താ പറയുക, ഈജിപ്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് കനാനിലാക്കുക എന്നുള്ളത് കാര്യം, അതിനേക്കാളും ഉപരിയായിട്ട് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്നെ വർഷിപ്പ് ചെയ്യുന്നതിന് വേണ്ടി, ആരാധിക്കുന്നതിന് വേണ്ടി ഇവരായിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് ഇവരെ വിടുവിക്കുക അല്ലെ, തൻ്റേതാക്കി തീർക്കുന്നതിന് വേണ്ടി, തന്നെ ആരാധിക്കുന്നതിന് വേണ്ടി, തന്നെ സെർവ് ചെയ്യുന്നതിന് വേണ്ടി ഇവരെ വിടുവിക്കുക എന്നുള്ളതാണ്. അതാണ് ദൈവത്തിന്റെ
ദൈവത്തിന്റെ ഹിതം അല്ലെ. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഇവിടെ 7ാമത്തെ വാക്കിലൊക്കെ 3ാമത്തെ ചാപ്റ്ററിന്റെ പുറപ്പാടിന് 3:7 ഒക്കെ പറയുമ്പോ മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടം ഞാൻ കണ്ടു, ഊഴിയ വിചാരകമായ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അപ്പൊ എന്ന് പറയുമ്പോ ഇത് ഇസ്രായേൽ മക്കളെ പറ്റി തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നമ്മളുടെ സങ്കടങ്ങളും അല്ലെ. നമ്മളെ ഊഴിയ വിചാരക്കാന്മാരെന്നൊക്കെ പറയുമ്പോ ടാസ്ക് മാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോ ഫറവോനെ പറ്റി ഒരു വാക്ക് പറയുവാണെങ്കിൽ ഫറവോ അന്നത്തെ ടോപ്പ് മജീഷ്യൻ ആയിരുന്നു. എന്ന് വെച്ചാൽ വിച്ച് ക്രാഫ്റ്റിന്റെ വാർലോക്ക് ആയിരുന്നു അല്ലെ. അവരുടെ വാർലോക്ക് എന്ന് പറയുമ്പോൾ അറിയോ, വിച്ച് ക്രാഫ്റ്റിന്റെ ഏറ്റവും ടോപ്പായിരിക്കുന്ന രാജാവ് പോലെ ഇരിക്കുന്ന ആള്. എന്താ പറയാ, ഫറവോയ്ക്ക് അവിടെ മജീഷ്യന്മാർ തന്നെ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അല്ലെ. ദൈവത്തിന്റെ പാസ് ഓവർ ടൈമിൽ 12ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ദൈവത്തിന്റെ പാസ് ഓവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ പാസ് ഓവർ അല്ല, ദൈവത്തിന്റെ പാസ് ഓവർ. അപ്പൊ ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു ഇങ്ങനെയാ, ഞാൻ വിധിക്കും അല്ല, ഞാൻ ന്യായം വിധിക്കും. ആരൊക്കെയാ വിധിക്കുന്നത്? ഈ മിസ്രൈംകാരെ, ഈജിപ്തുകാരെ, ഫറവോന് മാത്രമല്ല അവിടുത്തെ ദൈവങ്ങളെ ഞാൻ ന്യായം വിധിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവിടുത്തെ ദൈവം എന്ന് പറഞ്ഞ പിശാചായിരുന്നല്ല, മാജിക്കുകാരും ബ്ലാക്ക് മാജിക്കും കൂടോത്രവും അങ്ങനെ ചെയ്യുന്ന ഉള്ള ആൾക്കാരായിരുന്നു. അതിന്റെ എല്ലാം ടോപ്പിലിരുന്ന ഗൈയാണ്, ഏറ്റവും ടോപ്പിലിരുന്ന ആളാണ് ഈ ഫറോ എന്ന് പറഞ്ഞ പാർട്ടി അല്ലെ. കൂടോത്രക്കാരുടെ രാജാവായിട്ടിരുന്ന പാർട്ടിയാണ് ഈ എന്താ പറയുന്നത്, ഈ ഫറോ എന്ന് പറഞ്ഞ ആള് അല്ലെ. അപ്പൊ അവര് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാചിന്റെ ഏജന്റ് ആയിരുന്നു. അപ്പൊ ആ പിശാചിന്റെ ഏജന്റ് വഴിയുള്ള പിശാച് തന്നെ വഴിയുള്ള ആ ഇസ്രായേൽ മക്കളുടെ ഞരക്കവും അവരെ കരച്ചിലും അവരെ കഷ്ടപ്പാടും എല്ലാം ദൈവം അവര് കഷ്ടപ്പെടുന്ന ദൈവം കണ്ടിരിക്കുന്നു. അവരെ കണ്ണീര് കണ്ടിരിക്കുന്നു. അവരെ വിടുവിച്ചുകൊണ്ട് പാലും തേനും ഒഴുകുന്ന അവരുടെ എന്താ പറയുക പ്രോമിസ്ഡ് ലാൻഡ് അയക്കുന്ന കനാനിലേക്ക് കൊണ്ടുപോകണം അല്ലെ. അതാണ് ദൈവത്തിന്റെ ഹിതം. അതിനുവേണ്ടി തന്നെയാണ് ദൈവം എന്താ പറയുക മിസ്രൈം മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയെന്നും മിസ്രൈംകാർ അവരെ ഞെരുക്കുന്നു ഞാൻ കണ്ടെന്നും ദൈവം പറയുവാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നതെന്ന് ഉള്ള കാര്യം 8ാമത്തെ വാക്കിൽ പറയും. അപ്പൊ നമുക്കറിയാം ഇത് അവരുടെ തന്നെ അവസ്ഥയല്ല, നമ്മളെപ്പോലുള്ള സകലരുടെ അവസ്ഥയായിരുന്നു അല്ലെ. ഒരു കാലത്ത് പിശാചിന്റെ കയ്യിൽ പെട്ടുകൊണ്ട് ഞെരങ്ങിക്കൊണ്ടിരുന്ന കണ്ണീരിലായിരുന്ന വ്യക്തികളാണ് നമ്മൾ അല്ലെ. ഇന്നും പലരും പല രീതിയിലും എന്താ പറയാ പിശാചിന്റെ പിടിയിലായിരിക്കുന്ന വ്യക്തികളുണ്ട് ദൈവത്തിന്റെ മക്കളുടെ ഇടയിൽ കൂടെ അല്ലെ. അപ്പൊ അവരെയൊക്കെ വിടുവിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. യേശുക്രിസ്തു വന്നതും ഇന്ന് പിതാവിന്റെ വലഭാഗത്തിരിക്കുന്ന നമ്മൾക്ക് വേണ്ടിയാണ് അല്ലെ. അപ്പൊ തന്റെ രക്തം നമുക്ക് മതിയാവുന്നതാണ് അല്ലെ. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ ഹിതം. ആൻഡ് പിന്നെ നമുക്കറിയാം 8ാമത്തെ ചാപ്റ്ററിൽ 1ാമത്തെ വാക്ക് പറഞ്ഞാല് എന്നെ വർഷിപ്പ് ചെയ്യാൻ വേണ്ടി അവര് പോകും. അപ്പൊ ശരിക്കും പറഞ്ഞാല് കനാനില് ഇവരെ ആക്കി തീർക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അവരെ പ്രോമിസ് ലാൻഡ് അവരെ പാലും തേനും ഒഴുകുന്ന ലാൻഡിലാക്കി ഭൂമിയിൽ അവരാക്കി തീർക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നവരായിരിക്കും അല്ലെ. ദൈവത്തിൻ്റെതാക്കി തീർക്കുക, ദൈവത്തിനെ വർഷിപ്പ് ചെയ്യുന്ന വ്യക്തികളാക്കി തീർക്കുക. അതാണ് ദൈവത്തിന്റെ ഹിതം. എന്താ പറയുക ഇസ്രായേൽ മക്കളെ പറ്റി നമ്മളെ പറ്റിയുള്ള ഹിതം അതാണ്. അപ്പൊ യേശുവിനെ പോലെ നമ്മൾ ആക്കി തീർക്കും. അതാണ് ദൈവത്തിന്റെ ഹിതം നമ്മളെ പറ്റിയുള്ളത് അല്ലെ. യേശു എങ്ങനെയാണ് ദൈവപിതാവിനെ വർഷിപ്പ് ചെയ്തത് അതുപോലെ നമ്മൾ വർഷിപ്പ് ചെയ്യുന്നവരായിരിക്കും എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം. അപ്പൊ അങ്ങനെയാകുമ്പോ മോസസ് ഇങ്ങനെ പറഞ്ഞു എനിക്ക് സംസാരിക്കാനൊന്നും അറിയത്തില്ല, പിതാവിനോട് പറഞ്ഞു എനിക്ക് സംസാരിക്കാനൊന്നും അറിയത്തില്ല. അപ്പൊ പിന്നെ ദൈവം പറഞ്ഞു എന്താ പിന്നെ ആരനെ നീ കൂട്ടു അല്ലെ, ആരനെ നീ കൂട്ടുവിളിക്കുക, അവന് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ആരോടും മോശത്തോട് ദൈവം കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർക്ക് കാണിക്കാനുള്ള 3 സൈനുകളൊക്കെ കൊടുക്കുന്നു. അപ്പൊ അതെല്ലാം ചെന്ന് ഇസ്രായേൽ മക്കളോട് അല്ലെ പറയുന്നു, എന്താ പറയാ മോസസ് കാണിക്കുന്നു. അപ്പൊ അവര് വിശ്വസിക്കുന്നു. 4ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കാണുന്ന കാര്യമാണ്, അവര് വിശ്വസിക്കുന്നു അല്ലെ. 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ എന്നിട്ട് അതിനു മുമ്പായിട്ട് ഇസ്രായേൽ മക്കൾ വളരെയധികം സന്തോഷമാണ്. കാരണം വെച്ചാൽ ദൈവം തങ്ങളുടെ കണ്ണീര് കണ്ടല്ലോ, തങ്ങളെ വിസിറ്റ് ചെയ്തല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമാണ്. അപ്പൊ അവര് വിശ്വസിക്കുന്നു അല്ലെ. അപ്പൊ അതിനുശേഷം 5ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മോസസ് ആരിനോട് ചെന്നിട്ട് ഫറവോനോട് പറയുന്നു ലെറ്റ് മൈ പീപ്പിൾ ഗോ അല്ലെ. ദൈവം പറയുന്നു എന്റെ മക്കളെ വിടുവിക്കുക, എന്റെ ആളുകളെ വിടുവിക്കുക അല്ലെ, പോകാൻ അനുവദിക്കുക എന്ന് പറയുമ്പോ ഫറവോ പോകാൻ അനുവദിക്കാതിരിക്കുക മാത്രമല്ല പിന്നെ ഇസ്രായേൽ മക്കളുടെ വർക്കും കൂടെ കൂട്ടുകയും ചെയ്യുന്നു അല്ലെ. കച്ചിയൊന്നും കൊടുക്കാതെ അവരോട് പിന്നെ അവരുടെ എന്താ പറയുക അതിങ്ങനെ
ബ്രിക്ക് അതുപോലെ തന്നെ ഉണ്ടാക്കണം അല്ലെ, അതിനൊട്ടും കുറവ് വരരുത്. പക്ഷേ കച്ചി കൊടുക്കത്തുമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക്, ഒരു സ്ട്രോ കൊടുക്കത്തുമില്ല എന്നുള്ളൊരു അവസ്ഥയിൽ എന്നൊരു തീരുമാനത്തിലേക്ക് എടുക്കുന്നു. അവരുടെ വർക്ക് വളരെ കൂടുന്നു. അവരുടെ ഓഫീസേഴ്സിനെ തല്ലുന്നു, ടാസ്ക് മാസ്റ്റേഴ്സ് എന്താ ഒഴിയ വിചാരകന്മാർ തല്ലുന്നു. അങ്ങനെ ഭയങ്കര പ്രശ്നത്തിലേക്ക് ആക്കുന്നു. അതോടുകൂടി ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സങ്ങ് മടുക്കുകയും, ദൈവത്തിന്റെ പ്രോമിസ് ഉണ്ടെങ്കിൽ പോലും പക്ഷെ പ്രശ്നത്തിന്റെ കാഠിന്യം കൊണ്ട് പ്രശ്നത്തിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവനെ അങ്ങ് വിശ്വസിക്കാൻ അവർക്ക് താല്പര്യമില്ല. അല്ലെ, ഇവര് ചെന്ന് ഇസ്രായേൽ മക്കളുടെ ഇടയിലുള്ള ഓഫീസർമാർ ചെന്ന് ഫറവോനോട് ചോദിക്കുന്നപ്പോൾ ഫറവോ വളരെയധികം കഠിനമായിട്ട് അവരോട് സംസാരിക്കുന്നു. അല്ലെങ്കിൽ ആയിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇസ്രായേൽ മക്കൾക്ക് ഈ മോസസ് എന്താ പറയുന്നത് അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. അവരുടെ വിശ്വാസം പോകുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ആയി മാറുകയോ ചെയ്യുന്നു അല്ലെ. പിന്നെ അവര് എന്താന്ന് പറഞ്ഞാലും വേണ്ടില്ല, അവര് അവിടെ തന്നെ ആയിരിക്കാൻ അവർ താല്പര്യപ്പെടുകയും ചെയ്യുന്നത്. കാരണം അവര് കഷ്ടപ്പാട് അങ്ങനെയായി പോയിരുന്നത്. ദൈവത്തിന്റെ വാഗ്ദാനം അവിടെ ഉണ്ട്. പക്ഷെ എന്നാലും ഇനി മോശം എന്ന് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല എന്നൊരു ഒരു ഒരു അവസ്ഥയിലേക്ക് അവര് മനസ്സിനെ അവര് മാറ്റുക ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാലും മോസസ് ആ സമയത്തും ദൈവത്തിൽ നിന്ന് വാഗ്ദാനമുള്ളത് കൊണ്ട് ദൈവത്തിനും ഇസ്രായേൽ മക്കൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് അല്ലെ ഫറവോനോട് പിന്നെ സംസാരിക്കുന്നു. അങ്ങനെ 4ാമത്തെ പ്ലേഗ് എന്താ പറയാ വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് എന്താ പറയുക ഇവൻ ഫറവോ ഒരു തീരുമാനം എടുക്കുന്നു. എന്താ പിന്നെ ഇവരെ ഒന്ന് വിടാം എന്ന് പറയുന്നു. അപ്പൊ ഫറവോ പറയുക, എന്താ പറയുക, നിങ്ങൾ ഇവിടെ തന്നെ ഈ ലാൻഡിൽ തന്നെ ഈജിപ്തിൽ തന്നെ അങ്ങോട്ട് നിങ്ങൾ യഹോവയ്ക്ക് ആരാധന നടത്തിക്കോ, നിങ്ങൾ സാക്രിഫൈസ് ചെയ്തോളാം പറയും. അപ്പൊ അവിടെ കോംപ്രമൈസിലേക്ക് കൊണ്ടുവരും അല്ലെ. അപ്പൊ ഒന്ന് വിചാരിച്ചൊക്കെ ഇസ്രായേൽ മക്കളാണെങ്കിൽ വിചാരിച്ചാനെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി അല്ലെ, എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ മതി. ചിലപ്പോൾ ഞങ്ങളിത് എന്താ പറയുക ഇവിടെ എങ്ങനെ സാക്രിഫൈസ് ഒക്കെ ചെയ്യാനൊക്കെ ഫറവോ സമ്മതിച്ചത് കൊണ്ട് ചിലപ്പോൾ അവർ ഞങ്ങൾക്ക് തരുന്ന ആ വർക്കൊക്കെ ഒന്ന് കുറയ്ക്കുമായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് എങ്ങാനും വേണ്ടില്ല സാക്രിഫൈസ് ഇവിടെ എങ്ങനെ ചെയ്യാം, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവർക്ക് പോകാമായിരുന്നു അല്ലെ. പക്ഷെ മോസസ് ഉള്ളത് കൊണ്ട് മോസസ് അത് തന്നെ അനുവദിച്ചില്ല അല്ലെ. അപ്പൊ അവർക്ക് സെറ്റിൽ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ കോംപ്രമൈസിന് വേണ്ടി സൈറ്റൻ അവരെ ഫോഴ്സ് ചെയ്യിച്ചുകൊണ്ടിരിക്കും അല്ലെ. നിങ്ങൾ ഇങ്ങനെ ഇവിടെ അങ്ങ് സെറ്റിൽ ചെയ്ത് ഇങ്ങനെ നിങ്ങൾ ഒരു കാര്യം അങ്ങ് ചെയ്തപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ അങ്ങോട്ട് സാക്രിഫൈസ് ഒക്കെ ചെയ്താൽ മതി നിങ്ങളുടെ യഹോവയ്ക്ക്, നിങ്ങളുടെ ദൈവത്തിന് പറയും. പിന്നെ അടുത്ത 8ാമത്തെ പ്ലേഗും കൂടെ കഴിഞ്ഞു കഴിയുമ്പം അല്ലെ, അത് കഴിയുമ്പോഴേക്കും നമുക്കറിയാം ഫറവോന്റെ മനസ്സ് മാറുന്നു അല്ല. ഫറവോ പറയുന്നു എന്നാ പിന്നെ പുരുഷന്മാര് മാത്രം പോയാൽ മതി എന്ന് പറയുന്നു. പിന്നെ പറയുന്നു പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും പോയാൽ മതി അല്ലെ എന്ന് പറയുന്നു. 9ാമത്തെ പ്ലേഗ് ആകുമ്പോൾ നിങ്ങളുടെ ആടുമാടുകൾ ഇവിടെ ആക്കിയിട്ട് ബാക്കി നിങ്ങൾ എല്ലാവരും പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്താ പറയുന്നത്, ഫറവോ തന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് വാക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കിയേ, മോസസ് ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. ദൈവം എന്താണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്, ദൈവത്തിന്റെ മനസ്സെന്താണെന്നും ദൈവത്തിന്റെ കൽപ്പന എന്താണെന്നും അറിയാവുന്ന മോസസ് അതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ഇല്ല, ഇത് നടക്കത്തില്ല, ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതല്ല, ഞങ്ങൾ ഇവിടുന്ന് പോണം എന്നുള്ളതാണ് ഞങ്ങളുടെ പിതാവ് പറഞ്ഞിരിക്കുന്ന കാര്യം അല്ലെ. അപ്പൊ ആ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് മോസസ് അവിടെ. കാരണം മോസസിന് അറിയാം ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നുള്ള കാര്യം. തന്നോട് പറഞ്ഞിരിക്കുന്ന ആ വാക്കില് മോസസ് ഉറച്ചു നിൽക്കണം. അതുകൊണ്ട് തന്നെ ഫറവോ എന്ന പിശാചിന്റെ ഏജന്റിന് മോസസിന്റെ മുമ്പിൽ എന്താ പറയാ മോസസിന്റെ മുമ്പിൽ അയാളുടെ ഒരു വർക്ക് നടക്കുന്നില്ല അല്ലെ. ദൈവത്തിന്റെ സ്ട്രെങ്ത് മോസസിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് അല്ലെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കിട്ടിയിരിക്കുന്ന വാഗ്ദത്തത്തിൽ ഉറച്ചു നിന്നില്ല എങ്കിൽ, നമുക്കത് മനസ്സിലായില്ലെങ്കിൽ നമ്മളെ കൊണ്ട് കുറഞ്ഞ കാര്യത്തിൽ സെറ്റിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി അല്ലെ, ദൈവത്തിന്റെ ഹിതത്തിന് അനുസരിച്ചുള്ളതല്ലാത്ത കുറഞ്ഞ വാല്യുള്ള കാര്യത്തിൽ സെറ്റിൽ ചെയ്യിക്കാൻ വേണ്ടി പിശാച് പഠിച്ച പണി 18 നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി, ഇത് പിശാചൻ ഇവിടെ ചെയ്യിക്കാൻ പിശാചൻ അവന്റെ വഴിയിലേക്ക് ദൈവത്തിന്റെ വാഗ്ദത്തമുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി അവൻ ശ്രമിച്ചതെങ്കിൽ അല്ലെ, അവന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഈ ഇസ്രായേൽ മക്കൾ അവര് ഈജിപ്തിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് വളരെ അധികം ഈസി ആയിരുന്നു ഇങ്ങനെ എന്താ പറയാ കുശിക്കാനും മോസസിനെതിരായിട്ട് പറയാൻ വളരെ ഈസി ആയിരുന്നു. വെള്ളം കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് കുശിക്കുന്നു, അവർക്ക് ഇറച്ചിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ കുശിക്കുന്നു. ഞങ്ങൾ അവിടെ മിസ്രൈമിലായിരുന്നപ്പോൾ, ഞങ്ങൾ ഈജിപ്തിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ കുക്കുംബർ ഉണ്ടായിരുന്നു, ലീക്സ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് നല്ല ഫിഷ് ഉണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞ് മുറുമുറുക്കുന്നു. ഇവിടെ മന്ന മാത്രമേ കിട്ടുന്നുള്ളൂ,
എന്ന് പറഞ്ഞ് മുറുമുറുക്കുന്നു. പിന്നെ കനാലിലേക്ക് എൻട്രി ചെയ്യേണ്ട ആ സമയമായി കഴിഞ്ഞപ്പോഴേക്കും അല്ലെ, എന്താ പറയാ, 12 സ്പൈകളെ വിട്ട് കഴിഞ്ഞപ്പോഴേക്കും 10 പേര് പറയുന്ന ഒരു കാര്യം, 2 പേര് പറയുന്നത്, കാലേബും ജോഷുവയും പറയുന്നത് വേറൊരു കാര്യം അല്ലെ. അപ്പൊ അങ്ങനെയായപ്പോ എന്താ പറയാ, മോസസിനോട്, എന്തുകൊണ്ടാണ് മോസസ് ഞങ്ങൾ ഇവിടം വരെ കൊണ്ടുപോയി, ഞങ്ങൾ അവിടെ എങ്ങാനും മിസ്രൈമിൽ കിടന്നെങ്ങാനും മരിച്ചു പോയാൽ മതിയായിരുന്നല്ലോ അല്ലെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ അതിന്റെയൊക്കെ മുമ്പ് അവര് മിസ്രൈമിൽ കണ്ട പോലെ കുട്ടീനെ ഉണ്ടാക്കിയിട്ട് അല്ലെ, പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിന് ചുറ്റും കൊണ്ട് ഓടി നടക്കുന്നു എന്ന് വെച്ചാൽ അവര് മനസ്സുകൊണ്ട് അവര് ചെറിയ കാര്യത്തിലേക്ക് അവരുടെ എന്താ പറയാ, ദൈവം പ്രോമിസ് ചെയ്തതിനേക്കാളും ഉള്ള ചെറിയ കാര്യം മതി എന്നുള്ള ഒരു രീതിയിലേക്ക് അവർ സെറ്റിൽ ചെയ്യപ്പെട്ടിരുന്നു. അവരുടെ ജഡത്തിന്റെ സ്വഭാവം അവരെ എന്താ പറയാ, ദൈവത്തിന്റെ പ്രോമിസിൽ എത്തിപ്പെടുന്നതിനേക്കാളും ബെറ്റർ അവർക്ക് ഉള്ളതാണ് നല്ലത് എന്നുള്ളൊരു മാനസികമായിട്ടുള്ള ഒരു ഇതിലേക്ക്, അല്ല, മാനസികമായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് അവരുടെ ജഡത്തിന്റെ സ്വഭാവം അവരെ കൊണ്ടെത്തിയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് സെയ്റ്റനും നമ്മളെ വളരെ കുറഞ്ഞ കാര്യത്തിൽ സെറ്റിൽ ചെയ്യിപ്പിക്കും, വളരെ കുറഞ്ഞ കാര്യത്തിൽ കൊണ്ട് നമ്മളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവവും നമ്മളെ അങ്ങനെ തന്നെ വളരെ കുറഞ്ഞ കാര്യത്തിൽ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ അതെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക, നമ്മൾക്ക് എതിരാണ് നമ്മുടെ ജഡത്തിന്റെ സ്വഭാവവും പിശാചും അല്ലെ. ദൈവത്തിന്റെ വാഗ്ദാനമുള്ള വ്യക്തികളാണ് നമ്മൾ. യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ള വാഗ്ദാനമുള്ള വ്യക്തികളാണ്. ഈ ലോകത്തുള്ള ഓരോ കാര്യത്തിനായിട്ട് ദൈവം നമുക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട് അല്ലെ. ആ വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കുക ദൈവത്തിന്റെ വചനമാണ്. അതിൽ നിന്നും ദൈവത്തിന്റെ വചനം മാറിപ്പോകത്തില്ല. ദൈവം പുറപ്പെടുവിക്കുന്ന ഒരു വാക്ക് പോലും വെറുതെ കളിയായിട്ട് സംസാരിക്കുന്ന ദൈവം കളിയായിട്ട് സംസാരിക്കത്തില്ല. ദൈവം പറഞ്ഞല്ലേ യേസാന്റെ ആമേനാണ്. അപ്പൊ ആ വാഗ്ദത്തം അവിടെ ഉള്ളപ്പം ചിലർക്കെങ്കിലും ആ വാഗ്ദത്തത്തിൽ എത്തിപ്പെടാൻ സാധിക്കാതിരിക്കുന്നതിന്റെ കാര്യം ഇതാ, പലതരത്തിലുള്ള സാഹചര്യങ്ങൾ പിശാചായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ ചെയ്യുന്നതാണ് ചിലപ്പോൾ ദൈവത്തിൽ നിന്നായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വഴി അല്ലെ, പലപ്പോഴും കുറഞ്ഞ കാര്യങ്ങൾക്ക് സെറ്റിലായി പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. ഉദാഹരണമായിട്ട് പറയുകയാണ്, അസുഖങ്ങളൊക്കെ വരുമ്പോൾ അസുഖം ദൈവത്തിന്റെ ഹിതമല്ല. നമ്മൾ ദൈവത്തിന്റെ ഒപ്പം നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും ദൈവം പറയുന്ന വഴി കൂടെ നടക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അല്ലെ നമ്മൾ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളാണ്. ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കൃപ കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്ന വ്യക്തികളാണ് ആണെങ്കിൽ ദൈവം ഒരിക്കൽ പോലും നമുക്കെതിരായിട്ട് ഒരു കാര്യം ചെയ്യത്തില്ല. പക്ഷെ നമ്മൾ കിലോമീറ്ററോളം ദൂരെയാണ് ദൈവത്തിൽ നിന്നെങ്കിൽ നമ്മൾ ദൈവത്തിലല്ല എങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ജഡ സ്വഭാവത്തിലൊക്കെ നമ്മൾ ജീവിക്കുന്നവരാണ്, ചിലപ്പോൾ ദൈവം ഓരോ കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മളെ തിരിച്ച് അവനിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും അല്ലെ. അത് വേറെ കാര്യം, അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ കൽപ്പന കേട്ട് നടക്കുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെ, അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ദൈവം പരീക്ഷണങ്ങളൊന്നും കൊണ്ടുവരത്തില്ല. പക്ഷെ ജീവിതത്തിൽ പിശാചായിട്ട് കൊണ്ടുവരുന്ന അസുഖങ്ങളും അങ്ങനെ ഓരോ കാര്യങ്ങളും അതെല്ലാം ദൈവത്തിൽ നിന്നാണ് നമ്മളെ കൊണ്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചുകൊണ്ട് അല്ലെ, ഇങ്ങനെയൊക്കെയാ ജീവിതം എന്നുള്ള രീതിയിലേക്ക് അല്ലെ പിശാച് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നു. എന്താ പറയുക, വിശ്വാസികൾക്ക് ഇങ്ങനെയാ കാര്യങ്ങളൊക്കെ അല്ലെ. അസുഖങ്ങളൊക്കെ മനുഷ്യരാണല്ലോ, അതൊക്കെ വരുമല്ലോ അല്ലെ. ഫൈനാൻഷ്യലായിട്ട് പ്രശ്നങ്ങൾ അല്ലെ, സാമ്പത്തികമായിട്ടുള്ള തകർച്ചകൾ അതൊക്കെ വരുന്ന കാര്യമാണല്ലോ, എല്ലാ മനുഷ്യർക്കും ഉള്ളതാണല്ലോ. കുഞ്ഞുങ്ങളുടെ അസുഖം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കല്യാണം മുടങ്ങി പോകുന്നത്, അല്ലെങ്കിൽ അതുങ്ങളുടെ പഠിത്തത്തിൽ നല്ല കോഴ്സുകളൊന്നും കിട്ടാതിരിക്കുന്നത്, ഇതെല്ലാം മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് നമ്മളെ അതിലങ്ങോട്ട് സംതൃപ്തരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവനാണ് പിശാച് അല്ലെ. സംതൃപ്തരാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തിയാണ് പിശാച്. അപ്പൊ മനസ്സിലാക്കും, നമ്മുടെ ജീവിതം, നമ്മുടെ ആത്മാവ് പ്രോസ്പെറസ് ആവുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതം പ്രോസ്പെറസ് ആകണം. ജീവിതത്തിന്റെ എല്ലാ ഏരിയയിലും പ്രോസ്പെരിറ്റി ഉണ്ടാകണം അല്ലെ, വളർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. ആഗ്രഹിക്കുക തന്നെയല്ല, അത് തന്നെയാണ് ദൈവത്തിന്റെ ഹിതം എന്ന് പറഞ്ഞാലും അല്ലെ. നമ്മുടെ പിതാവായിരിക്കുന്ന എബ്രഹാം വളരെ റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. എബ്രഹാം എത്രയോ വയസ്സുകൊണ്ട് വരെ താമസിച്ചിരുന്നു ഓർത്തോണം. മോസസ് 120 വയസ്സിലും കണ്ണിനൊന്നും ഒരു കുഴപ്പമില്ലാതെ നല്ല ചുറുചുറുക്കായിട്ട് കോഫി ബീൻ തുള്ളി നടക്കുന്ന പോലെ നടന്നുകൊണ്ട വ്യക്തിയാണ്. അപ്പൊ അതൊക്കെയാണ് ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന വ്യക്തികളുടെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞു. അങ്ങനെയാകുമ്പോൾ ക്യാൻസർ വരുന്നതും അതുപോലുള്ള ഓരോ അസുഖങ്ങൾ, ഹാർട്ട് അറ്റാക്ക് വരുന്നൊന്നും ദൈവത്തിന് ഹിതത്തിൽപ്പെട്ട കാര്യമൊന്നുമല്ല അതൊക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മള് കുറഞ്ഞതിൽ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളായിരിക്കും. നമ്മുടെ ജഡവും അല്ലെ,
ജഡവും നമ്മളെ എപ്പോഴും തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇസ്രായേൽ മക്കൾക്ക് പറ്റി അറിയാമല്ലോ. എന്താ പറയാ, 6 ലക്ഷം പേരോളമാണ് മിസ്രൈമിൽ നിന്ന് ഇറങ്ങി വന്നത്, അല്ലെ, ദൈവം കൊണ്ടുവന്നത്. അവത്തില് ആ ജനറേഷൻപ്പെട്ടവർക്ക്, വലിയവരുടെ ജനറേഷൻപ്പെട്ടവർക്ക് 2 പേര് മാത്രമാണ് കനാനിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ സാധിച്ചുള്ളൂ എന്ന് വിചാരിച്ചു നോക്കണം. 6 ലക്ഷം പേരില് 2 പേര്, കുഞ്ഞുങ്ങൾ വേറെ, കുഞ്ഞുങ്ങൾ കൂടാതെയാണ് 6 ലക്ഷം പേര്. അപ്പൊ വന്നവർ 2 പേർക്കല്ലാതെ കനാനിലേക്ക് കയറാൻ സാധിച്ചില്ല എന്ന് വരുമ്പോ അത് എന്തൊരു അതിക്രമം അവര് തന്നെ ചെയ്തു കൂട്ടുമെന്ന് ഓർത്ത് നോക്കി, അല്ലെ. 6 ലക്ഷം പേർക്കും 2 പേർക്ക് ബാക്കി ഒരെണ്ണത്തിന് പോലും കയറാൻ പറ്റിയില്ലെങ്കിൽ അവര് കാരണം മോസസിനും കൂടെ കയറാൻ പറ്റിയില്ല, അവര് കാരണം ആരിനും കൂടെ കയറാൻ പറ്റില്ല. ഒന്ന് വിചാരിച്ചു നോക്കുക, ആ ഒരു അവസ്ഥയായിപ്പോയി. അപ്പൊ നമ്മളുടെ ജഡവും പിശാചും നമ്മളെ ഒരു കാരണവശാലും ദൈവത്തിന്റെ ഹിതം അനുസരിച്ചുള്ള ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകത്തില്ല. നമ്മളെ അവത്തിൽ നിന്നെല്ലാം വലിച്ച് താഴെ ഇടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ മനസ്സിലാക്കുക എപ്പോഴും, അല്ലെ. പക്ഷെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജഡത്തെ, അല്ലെ, നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തെ നശിപ്പിക്കാനുള്ള കൃപ ദൈവത്തിന് നമുക്ക് എന്നുമുണ്ട്. പിശാചിനെ എതിർത്ത് നിൽക്കാനാ പറഞ്ഞിരിക്കുക. അതിനുള്ള കൃപയും നമ്മുടെ കൂടെ എന്നുമുണ്ട്. നമ്മള് വീണു പോകാതെ യേശുവിൽ പിടിച്ച് ജീവിക്കുന്ന വ്യക്തികൾ, യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഏരിയയിലും നന്മ മാത്രമാണ്. എല്ലാ ഏരിയയിലും നമ്മൾ പ്രോസ്പെറസ് ആയിരിക്കണം, എല്ലാ ഏരിയയിലും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടായിരിക്കണം എന്നെ പറഞ്ഞു. സാമ്പത്തിക നേട്ടം, നല്ല ആരോഗ്യം, നല്ല ജോലി, കുഞ്ഞുങ്ങളുടെ നല്ല പഠിത്തം, അല്ലെ, നല്ല കോഴ്സിന് കിട്ടുന്നത്, അവർക്ക് നല്ല ജോലി, നല്ല കുടുംബ ജീവിതവും, അങ്ങനെ എല്ലാം നന്മ നന്മ നന്മ. അതാണ് യേശുവിലായിരിക്കുന്ന വ്യക്തികൾക്ക് പറഞ്ഞിരിക്കുന്നത്, അല്ലെ. എല്ലാ സ്പിരിച്വൽ ബ്ലെസ്സിങ്ങും നമുക്ക് കിട്ടിയിരിക്കുക. സ്പിരിച്വൽ ബ്ലെസ്സിങ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അന്യഭാഷ സംസാരിക്കുക, ചർച്ചിൽ പോയിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് വരങ്ങൾ കിട്ടുക ദൈവത്തിൽ നിന്ന്, അല്ലെ. എന്താ പറയുക, ഹോളി സ്പിരിറ്റ് ഗോഡിൽ നിന്നുള്ള വരങ്ങൾ, അല്ലെ, ഓരോ ഗിഫ്റ്റുകൾ കിട്ടുക, അതൊക്കെയാണ് എന്താ പറയുക, ഈ ആത്മീയമായിട്ടുള്ള ബ്ലെസ്സിങ്സ് എന്ന് മാത്രമാണ് നമ്മുടെ വിചാരം. സാമ്പത്തികമായിട്ട് നമ്മളെ അനുഗ്രഹിക്കുക, നല്ല ആരോഗ്യം ഉണ്ടാവുക, അതൊന്നും ആത്മീയ അനുഗ്രഹമായിട്ട് നമ്മൾ മിക്കവാറും തന്നെ ആൾക്കാർ കരുതുന്നില്ല. ആത്മീയ അനുഗ്രഹത്തിന് അതിന്റെ കൂട്ടത്തിൽ വരുന്ന കാര്യമില്ല. നമുക്കറിയാം, 3-ാമത്തെ ജോണിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, 2-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ആത്മാവ് രക്ഷിക്കപ്പെടുന്ന പോലെ, പുഷ്ടി പ്രാപിക്കുന്ന പോലെ തന്നെ, പ്രോസ്പെറസ് ആവുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഏരിയയും അങ്ങനെ തന്നെ ആയിരിക്കണം, നല്ല ഹെൽത്തിലായിരിക്കണം. അപ്പൊ അതാണ് ദൈവത്തിന്റെ കെയർ നമ്മളെ പറ്റിയുള്ളത്. അപ്പൊ അതിൽ കുറഞ്ഞതിന് ഒന്നിനും സെറ്റിൽ ചെയ്യാതിരിക്കുക. പല രീതിയിലുള്ള കോംപ്രമൈസ് വരുത്താൻ വേണ്ടി ശാശു വന്നുകൊണ്ടിരിക്കില്ല. പാപം കുഴപ്പമില്ലെന്ന്, ഒരു പ്രാവശ്യം ഒന്നും ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലെന്നേ. ദൈവം കരുണയുള്ളവനാണല്ലോ, ദൈവം എന്താ പറയുക, ഉപേക്ഷിച്ച് കളയത്തില്ല. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ കോംപ്രമൈസിലേക്ക് വരുത്താൻ വേണ്ടിയുള്ള രീതിയിൽ പാപങ്ങൾ ചെയ്യിപ്പിക്കുന്നതിനായിട്ട്, അല്ലെ, അതിനായിട്ട് പിശാച് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ചെറിയ കാര്യത്തിൽ സെറ്റിൽ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാകാതിരിക്കുക, അല്ലെ. ദൈവം എന്ത് പറഞ്ഞിരിക്കും അത് കിട്ടുന്ന വ്യക്തി, അത് നേടിയെടുക്കുന്ന വ്യക്തികളായിരിക്കുക. യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരണമെന്നാണ് പിതാവിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം. അങ്ങനെ ആയിത്തീരുന്ന വ്യക്തികളായിരിക്കുക. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. അങ്ങനെ വചനത്തെ നന്ദി പറഞ്ഞു. കർത്താവ് ഞങ്ങൾക്ക് ബുദ്ധി തന്നതിന് നന്ദി പറഞ്ഞു. കർത്താവ് പിശാച് ഓരോ കാര്യങ്ങളുമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിനെ നോ എന്ന് പറയാനുള്ള കൃപ കർത്താവെ അങ്ങ് തന്നതിനായിട്ട് നന്ദി പറയുന്നു. അതിനായിട്ട് ഞങ്ങളുടെ കണ്ണുകളെ, അതിനായിട്ട് ബുദ്ധി ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി പറഞ്ഞു. കണ്ണുകളെ തുറന്നതിന് നന്ദി പറഞ്ഞു. താങ്ക് യു ജീസസ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മൈ ഗോഡ്. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി. അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. യേശു നാമത്തിൽ അങ്ങയുടെ കൃപയനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെ അപേക്ഷിക്കുന്നു. കേട്ട നന്ദി. ദൈവത്തിനാമത്തെ മഹത്വം ഉണ്ടാകും.